മോഹൻലാലിന് ഈ പടം റിലീസിന്റെ മുന്നേ കാണുന്നൊരു സ്വഭാവം ഇല്ല. ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും. ഇദ്ദേഹം പടം കണ്ടിട്ടില്ല. ഇങ്ങനെ ഈ പടം ഇറങ്ങി കുറച്ച് ദിവസം വിവാദമായപ്പോ തൊട്ട് ലാലേട്ടൻ വന്ന് മാപ്പ് പറയും, നിങ്ങളാരും ഇതാവണ്ട, ലാലേട്ടൻ മാപ്പ് പറയുന്നൊക്കെ പറഞ്ഞ് ലാലേട്ടന്റെ അടുത്ത പടത്തിന് ഡേറ്റ് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ഇങ്ങനെ കാണിക്കുന്ന പരിപാടിയായിരിക്കും. ഇങ്ങനെ അലങ്കരിച്ച പദവി അത് നമുക്ക് വലിയ റെസ്പെക്ട് ഉള്ള ഒരു പദവിയാണ്. അതിനെ മാത്രം മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് റിപ്ലൈ കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇതില് ആന്റണി പെരുമ്പാവൂര് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ കണ്ടു നോക്ക്. മോഹൻലാൽ സാറിന് എമ്പുരാന്റെ കഥ അറിയാം, ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനത്തിലാണ് ഈ പടം ഇറക്കിയത്. ഇത് ആന്റണി പെരുമ്പാവൂര് പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് ഈ പറയുന്ന മേജർ രവിയുടെ ആവശ്യമില്ല, രവി ഇദ്ദേഹം എന്തോതിനെ വന്നിരുന്നു ഇതൊക്കെ പറയുന്നത്? ലാലേട്ടന്റെ വാലാന്നോ? അല്ലെങ്കിൽ ലാലേട്ടന്റെ, ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇനിയിപ്പോ ആന്റണി പെരുമ്പാവൂര് ചിലപ്പോൾ ലാലേട്ടനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇനി ലാലേട്ടന്റെ വായുന്ന് തന്നെ കേൾപ്പിച്ചു തരാം കേട്ടോ. ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ്, നിങ്ങൾ കാണാൻ പോകുന്നതാണ്. ഒരുപാട് സഹനം സഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ദിസ് ഓൾ വിത്തിൻ അസ്. ലാലേട്ടന്റെ സിനിമയുടെ ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ കഥയും കൊണ്ട് അങ്ങേറെ കാലിന്റെ കീഴിൽ ചെന്നിട്ട് അവിടെ കിടാം. ഈ വെടുവായനൊക്കെ ആയിരുന്നു രാജ്യം കാക്കുന്ന ധീര ജവാൻ എന്നുള്ള രീതിയിൽ അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് നടന്നത്. അവർ ഈ പ്രൊഡ്യൂസറും ഡയറക്ടറും, 2 പ്രൊഡ്യൂസറും അതുപോലെ തന്നെ ഡയറക്ടർ, അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ, അതേപോലെ തന്നെ അഭിനയിച്ച് ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഈ കാര്യങ്ങൾ തീരുമാനിച്ചത്. അതിനകത്ത് അതിന് 7 എഴുത്ത് പോലും ഇല്ലാത്ത ഈ രവി ഇങ്ങനെ വന്നിരുന്ന് ഈ സംസാരിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ സിനിമയുടെ ഡേറ്റ് കിട്ടാനായിരിക്കും. അതെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ മേടിച്ചോണം മൂലയ്ക്ക് പോയിരി.